പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവം സർവശക്തനാണ്, ഉന്നതനായ ദൈവമാണ്. എൽ ഷദായ്, സർവശക്തനായ ദൈവം, എല്ലാറ്റിൻ്റെയും ഇടയവൻ, എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം പരിപാലിക്കുന്നവൻ. വചനം പറയുന്നു, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമായി എൻ്റെ അടുക്കൽ ഇരിക്കുക, ഞാൻ ദൈവമാണ് നിൻ്റെ ദൈവം. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിനക്ക് വിടുതൽ നൽകുവാൻ, നിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ശാന്തമാവുക, എൻ്റെ കൂടെ നീ ആയിരിക്കുക. നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സ്തുതിപ്പിലൂടെയും നന്മകൾ ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ആത്മീയ വളർച്ചയ്ക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയുവാൻ, കൃപാവരങ്ങളെ പ്രാപിക്കുവാൻ, സാത്താൻ്റെ ശക്തിയെ തകർക്കുവാൻ, സാത്താൻ്റെ കോട്ടകളെ ഭേദിക്കുവാൻ, ശാപത്തിൻ്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ, തകർന്ന ജീവിതങ്ങളെ പണിതുയർത്തുവാൻ, തടസ്സങ്ങളെ മാറ്റുവാൻ, ബന്ധനങ്ങളെ അഴിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. 1 ഉപവാസം, 2 പ്രാർത്ഥന. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. നല്ലത് തന്നെ, പ്രാർത്ഥിക്കണം. നമ്മൾ സമയമെടുത്ത് നല്ലതായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമായിട്ട് വലിയൊരു ബന്ധം നമുക്ക് നിരന്തരം ഉണ്ടാവണം. പക്ഷെ നമ്മൾ ഉപവാസത്തിലേക്ക് കൂടി കടന്നു വരണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിൻ്റെ കോട്ടകളെ നമ്മൾ ഭേദിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താനിട്ട ബന്ധനങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് തകർക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ കരുത്തു നിറയും. ആത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മൾ ജ്വലിക്കും, കൃപാവരങ്ങൾ തുറക്കപ്പെടും. ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ വില കൊടുക്കണം. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. മരുഭൂമിയിലായിരുന്ന യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. മരുഭൂമിയിൽ ജനവാസമില്ല, മൃഗങ്ങളും ശുദ്ധജീവികളൊക്കെ ഉണ്ടായിരിക്കാം. വ്യത്യസ്തമായൊരു അനുഭവം, അതികഠിനമായ വേനൽ ചൂട്. അവിടെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് 40 ദിനരാത്രങ്ങൾ രാവും പകലും യേശു ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് കൂടെയായിരുന്നു. തൻ്റെ ശുശ്രൂഷാ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് ജ്ഞാനസ്നാനം സ്വീകരിച്ച ആത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് വന്ന യേശു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട് 40 ദിനരാത്രങ്ങൾ കഠിനമായ തപശ്ചര്യയിലേക്ക് കടന്നു പോവുകയാണ്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉപവാസവും തപശ്ചര്യകളും ത്യാഗങ്ങളും സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുക. ഇതിലൂടെ മാത്രമേ നമുക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാവത്തുള്ളൂ. നന്നായിട്ട് 4 നേരമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ച് വലിയൊരു ആത്മീയ വളർച്ചയിലേക്ക് വരാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായൊരു ആത്മീയ അവബോധം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും ആത്മീയ വളർച്ച ഉണ്ടാവത്തില്ല. ഉപവാസത്തിന് അജയ്യമായ ഒരു ശക്തിയുണ്ട്. ഉപവസിക്കുന്ന മനുഷ്യനെ സാത്താന് ഭയമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ സാത്താന് ഭയമാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവാത്മാവിൻ്റെ കരുത്തും ദൈവാത്മാവിൻ്റെ ശക്തിയും നമ്മളിലേക്ക് നിറയുക. നമ്മൾ അസാധാരണമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കരുത്തുമുള്ളവരുമായിട്ട് മാറുകയാണ്. ദൈവപ്രവൃത്തികൾ നമ്മുടെ കരങ്ങളിലൂടെ ദൈവാത്മാവിന് ചെയ്യണമെങ്കിൽ നമുക്ക്
ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഒരു ഒരുക്കം ആവശ്യമുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ മോശയും എസ്രായും യൂദിത്തും അങ്ങനെ എല്ലാവരും തന്നെ ഉപവസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 40 ദിവസം മോശ സീനായ് മലയിൽ ദൈവത്തോടുകൂടിയായിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവ സാന്നിധ്യത്തിലായിരുന്നു. യേശു മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ വരുന്നുണ്ട്. ആ പരീക്ഷകളെ യേശു നിസ്സാരമായിട്ട് ദൈവവചനം പറഞ്ഞുകൊണ്ട് പരാജയപ്പെടുത്തുകയാണ്. മത്തായി 4:10 പറയുന്നുണ്ട്, യേശു കൽപ്പിക്കുക, സാത്താനെ ദൂരെ പോകുക, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. യേശുവിൻ്റെ ഒറ്റ വാക്കിൽ സാത്താൻ വിട്ടുപോവുക, ദൂരേക്ക് പോവുക. നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ, നമ്മൾ പറയുന്ന വാക്കുകൾ സാത്താൻ്റെ കോട്ടകളെ ഭേദിക്കണമെങ്കിൽ, ഉപവാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശുദ്ധിയുടെ, വിശ്വാസത്തിൻ്റെ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി നമ്മളിൽ നിറയണം. യഥാർത്ഥമായ ഒരു ആത്മീയ അഭിഷേകത്തിലേക്ക്, കൃപാവരങ്ങളുടെ അഭിഷേകത്തിലേക്ക്, നിറവിലേക്ക് നമ്മൾ ഇനിയും കടന്നു വരേണ്ടിയിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ യൂദിത്ത് എന്ന ഒരു ഉന്നതയായ ഒരു സഹോദരിയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ പേര് മനാസെ എന്നായിരുന്നു. നല്ല കുടുംബീതൊക്കെ ആയിരുന്നു, മക്കളൊന്നുമില്ല. അതിനു മുമ്പ് തന്നെ മനാസെ മരിച്ചുപോയി. ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ, അസിറിയ രാജാവ് നെബൂഖദ്നേസറും സൈന്യവും ഇങ്ങനെ രാജ്യങ്ങൾ, ദേശങ്ങൾ കൊള്ളയടിച്ച് തകർത്ത് ഇസ്രായേൽ ജനത്തിനെതിരെയൊക്കെ മുന്നേറ്റം നടത്തുകയാണ്. യൂദാദേശത്തുള്ളവരും ഇസ്രായേൽ മക്കളൊക്കെ ആകെ ഭയന്നു. നെബൂഖദ്നേസറിൻ്റെ സർവ്വ സൈന്യാധിപനായ ഹോളോഫർണസ് അവരുടെ നേതൃത്വത്തിൽ ദേശങ്ങളെയൊക്കെ പിടിച്ചടക്കി, മനുഷ്യരൊക്കെ കൊന്നൊടുക്കി, ആരാധനാലയങ്ങളൊക്കെ തകർത്ത് അവർ മുന്നേറുകയാണ്. അങ്ങനെ മുന്നേറിയപ്പോൾ ഇസ്രായേൽ ജനം, യൂദയ ജനം ഭയന്നു. ജെറുസലേമിലെ ദൈവത്തിൻ്റെ ജനത്തിനാകെ ഭയമായി. അവിടെയുള്ള ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ഭീതി നിറഞ്ഞു. കാരണം ആലയം ശത്രുക്കൾ വന്ന് തകർക്കുമോ എന്നവർക്ക് ഭീതിയായി, അവർക്ക് ആകെ വിഷമമായി. ഹോളോഫർണസിൻ്റെയും രാജാവിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഭയന്ന ഇസ്രായേൽ ജനത്തെ മുന്നിൽ നിന്നുകൊണ്ട് ധൈര്യപ്പെടുത്തുന്നത് യൂദിത്ത് എന്ന ആത്മനിറവുള്ള സഹോദരിയാണ്. സുന്ദരിയായ ദൈവഭക്തയായ യൂദിത്ത് തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. യൂദിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേലിലെ ഓരോരുത്തരെയും തീഷ്ണതയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും കഠിനമായി ഉപവസിച്ച്, ഉണ്ടോ ആ വാക്ക് നോക്കിയേ, കഠിനമായി ഉപവസിച്ചു. വെറുതെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല അവർ ചെയ്തത്, കഠിനമായിട്ട് അവർ ഉപവസിച്ചു. അതെങ്ങനെ കഠിനമായിട്ട് ഉപവസിക്കുന്നത്? ശരീരത്തിൻ്റെ സുഖങ്ങളൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു. ത്യാഗങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്തു, വേദനകൾ ഏറ്റെടുത്തു. സഭയിൽ അതിവിശുദ്ധന്മാരായിട്ടുള്ളവർ ചെയ്ത കാര്യങ്ങളാണ്. കഠിനമായിട്ട് അവർ ഉപവസിച്ചു. സഭയിലെ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടുള്ള പലരും ചാട്ടവാർ കൊണ്ട് ശരീരത്തെ അടിച്ച് വേദനിപ്പിക്കുമായിരുന്നു. മുള്ളരഞ്ഞാണം കെട്ടുമായിരുന്നു. കല്ലുകളൊക്കെ നിരത്തിയിട്ട് അതിൻ്റെ കല്ലിൻ്റെ മീതെ കിടക്കുമായിരുന്നു. മണിക്കൂറുകൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും. നല്ല രുചികരമായ ഭക്ഷണം കിട്ടിയാൽ അതിനകത്ത് ഈ ചാരമൊക്കെ ബെതറിയിട്ട് ഭക്ഷിക്കും. ചിലപ്പം ഒരു ദിവസം ഒരു പീസ് ബ്രെഡും വെള്ളവും കുടിച്ച് ആണ് ജീവിക്കുന്നത്. 10-40 ദിവസം ഉപവാസം എടുത്ത് അങ്ങനെ കഠിനമായി ഉപവസിച്ച് ജീവിച്ച വിശുദ്ധന്മാർ സഭയിലുണ്ട്. ഈ വിശുദ്ധന്മാർ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, തീരാരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. വലിയ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ കഠിനമായി ഉപവസിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച ഈ വിശുദ്ധാത്മാക്കളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടുണ്ട്.
ഇതേ ഒരു ശൈലി തന്നെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. ആ ഒരു ശൈലിയുടെ മാത്രമേ സാത്താനെയും ജഡത്തെയും ലോകത്തെയും നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.